ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫ്യൂച്ചർ സ്റ്റഡിങ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത ഒരു ടോപ്പ് 10 വീഡിയോ ഉണ്ടായിരുന്നു. ആ ടോപ്പ് 10 വീഡിയോയിൽ 10 കമ്പനികളെ കുറിച്ച് പെട്ടെന്നുള്ള ഒരു ക്വിക്കലി അനാലിസിസ് ആയിരുന്നു നമ്മൾ നടത്തിയത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു സീരീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ 10 ഫേംസിനെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 10ാമത്തെ സ്ഥാനത്തിരുന്ന ഇക്വിറ്റി എഡ്ജിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്തത്. നമ്മൾ ഇന്നിപ്പോൾ 9ാം സ്ഥാനത്തേക്ക് വന്നിരുന്ന കോൺടെക്കൽ എന്ന് പറയുന്ന ഫേമിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ച് നാൾ മുമ്പ് വരെ കോൺടെക്കൽ എന്നുള്ള പേരിലായിരുന്നില്ല ഇവർ അറിയപ്പെട്ടിരുന്നത്. ഇവര് അസെൻഡെക്സ് ക്യാപിറ്റൽ എന്നുള്ള പേരിലായിരുന്നു ഇവർ അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷം അവർ ഒരു 2024 ഡിസംബറോട് കൂടിയാണ് ഇവർ ആ പേരെല്ലാം മാറ്റി ഷിഫ്റ്റ് ചെയ്ത് കോൺടെക്കൽ എന്ന പേരിലേക്ക് വന്നേക്കുന്നത്. അതേപോലെ തന്നെ കോൺടെക്കലിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഇവർ ഒരു ബ്രോക്കിങ്ങും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. FSA ലൈസൻസ് ഉള്ള ഒരു ബ്രോക്കിംഗ് ഫേമും കൂടി ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നോക്കുന്നത് കോൺടെക്കലിന്റെ ഫണ്ടഡ് ഫേംസ് അഥവാ CFD ഫേമിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ഇവർക്ക് 3 പ്ലാൻ ആണ് ഉള്ളത്. ഒന്ന് കോൺടെക്കൽ ഇൻസ്റ്റന്റ്, മറ്റൊന്ന് കോൺടെക്കൽ പ്രൈം, പിന്നെ ഒന്ന് വരുന്നത് കോൺടെക്കൽ പവർ. അതിൽ തന്നെ കോൺടെക്കൽ ഇൻസ്റ്റന്റിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സ്റ്റാർട്ടിംഗ് വരുന്നത് 2.5K മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റന്റ് ഫണ്ടിങ്. ഒട്ടുമിക്ക ഫേംസുകളും 5Kയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2.5 സ്റ്റാർട്ട് ചെയ്യുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫേമാണിത്. 2.5 വരെ ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഡെയിലി ഡ്രോഡൗൺ 3% വരുന്നുണ്ട്, മാക്സിമം ഡ്രോഡൗൺ 6% വരുന്നുണ്ട്, വിഡ്രോവൽ 55% വരുന്നുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് മസ്റ്റ് റീച്ച് അറ്റ്ലീസ്റ്റ് 5% പ്രോഫിറ്റ് ബിഫോർ ദ റിക്വസ്റ്റ്. അതായത് പേ ഔട്ട് കൊടുക്കുന്ന ആ ഒരു സമയത്ത് 5% നമ്മൾ ഗ്രോത്ത് ഉണ്ടായിരിക്കണം, എന്നാലായിരിക്കും അവർക്ക് ആ പേ ഔട്ട് കിട്ടുള്ളൂ. അതേപോലെ കൺസിസ്റ്റൻസി റൂൾ ഉണ്ട്. 25% കൺസിസ്റ്റൻസി റൂൾ വരുന്നത്. പ്രോഫിറ്റ് സ്പ്ലിറ്റ് വരുന്നത് 80% ആണ്. നമുക്കൊരു 20Kയുടെ ലൈവ് ഫണ്ട്, നമുക്ക് ഇവാലുവേഷനോ വേറെ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ നമ്മളൊരു 5% നമ്മൾ പ്രോഫിറ്റ് ടാർഗറ്റിലേക്ക് വരണം. ഒരു 5Kയുടെ അക്കൗണ്ട് ആകുമ്പോൾ നമുക്ക് 250 USD എങ്കിലും TPയിലേക്ക് വന്നാലാണ് വിഡ്രോവൽ കിട്ടുള്ളൂ. വിഡ്രോവലിന് വല്ല മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി റൂള് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. നമുക്കിവിടെ പ്രൈസ് നോക്കുമ്പോൾ 2.5Kക്ക് $26 വരുന്നത്. അതുപോലെ 5Kക്ക് $42 വരുന്നത്. മറ്റ് ഫേംസ് ഒക്കെ 66 to 99 വരെ ഈ 5Kക്ക് ചാർജ് ചെയ്യുന്നുണ്ട്. 2.5 വരുന്നത് ഈ ഒരു ഫേമിന് മാത്രമേ കണ്ടിട്ടുള്ളൂ. മറ്റേ ഇക്വിറ്റി എഡ്ജിന് 1000 തുടങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റന്റ് ഫണ്ടിങ്. അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ 5Kക്ക് വെച്ച് നോക്കുമ്പോൾ ഇവരുടെ പ്രൈസ് ഓക്കെയാണ്. 42 രൂപയ്ക്ക് നമുക്ക് ഇൻസ്റ്റന്റ് ഓക്കെയാണ്. അതേപോലെ തന്നെ കൺസിസ്റ്റൻസി റൂൾ ഉണ്ട്, അതൊട്ട് മിക്ക ഫേംസിനും ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ മറ്റൊരു പ്ലാനാണ് കോൺടെക്കൽ പ്രൈം എന്ന് പറയുന്നത്. കോൺടെക്കൽ പ്രൈം ആണ്. അതിൽ നമുക്ക് അവർ കൺസിസ്റ്റൻസി റൂൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. ബെസ്റ്റ് ഫോർ ഇവാലുവേഷൻ സസ്റ്റബിൾ, ഇവാലുവേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിലാണ് സസ്റ്റബിനായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺടെക്കൽ പ്രൈം അവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 5Kക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് $32 ആണ് 5Kക്ക് വരുന്നത്. അതുപോലെ തന്നെ റോ സ്പ്രെഡ്, കമ്മീഷൻ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ഡിമാൻഡ് ഓൺ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ ആഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു കോൺടെക്കൽ പ്രൈമിനല്ല ഡിമാൻഡ് വരുന്നത്, കോൺടെക്കൽ പവറിനാണ്. നമ്മളിപ്പോൾ നോക്കുന്നത് കോൺടെക്കൽ പ്രൈമിന്റെ പ്രൈസ് വെച്ചിട്ടുള്ള കമ്പാരിസൺ ആണ്. നമുക്ക് 5Kക്ക് വരുന്ന ടാർജറ്റ് എന്നത് 8% അത് എല്ലാ ഫേംസും സെയിം മോഡൽ തന്നെ. സെക്കൻഡ് ടാർജറ്റ് എന്നത് 5% ആണ്. ഈ ഡെയിലി ഡ്രോ ഡൗൺ എല്ലാ ഫേംസും പോലെ തന്നെ എല്ലാ ഫേംസും 5 വരുന്നത്, ഒരു 4% ഉള്ളൂ. പക്ഷേ മാക്സിമം ഡ്രോ ഡൗൺ മറ്റെല്ലാ ഫേംസും 8% ഉള്ളൂ. ഇവർക്ക് മാക്സിമം ഡ്രോ ഡൗൺ 10% ഉണ്ട്. അതുപോലെ ന്യൂസ് റൂൾ ഫണ്ടഡിനുണ്ട്. 5 മിനിറ്റ് ആണ് അവർ പറയുന്നത്. നോ ട്രേഡിംഗ് ആക്ടിവിറ്റി 5 മിനിറ്റ്സ് ബിഫോർ ആഫ്റ്റർ. ഹൈ ഇമ്പാക്ട് ന്യൂസ് വരുന്ന സമയത്ത് 5 മിനിറ്റ്, ഇപ്പോൾ 6 മണിക്ക് ന്യൂസ് ഉണ്ടെങ്കിൽ 5:55 നമ്മൾ എൻ്റർ ആവാൻ പാടില്ല. അതേപോലെ തന്നെ 6:05 6 മണിക്ക് ന്യൂസ് എങ്കിൽ 6:05 5 മിനിറ്റ് നമുക്ക് ആ ഒരു ടൈം ഉണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വയലേഷൻ ആയിക്കഴിഞ്ഞാൽ അക്കൗണ്ട് ടെർമിനേറ്റ് ചെയ്യുന്നു പ്രത്യേകം പറയുന്നുണ്ട്. പേ ഔട്ട് ബൈ വീക്ക്ലി ആണ് വരുന്നത്. പ്രോഫിറ്റ് സ്പ്ലിറ്റ് 80%. ഇവരൊരു കൺസെപ്റ്റ് 80%ലാണ് വരുന്നത്. അതേപോലെ തന്നെ പ്ലാന്റ് പ്രൈസ് വരുന്നത് $32 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവരിപ്പോൾ പല ഓഫറും കാര്യങ്ങളും നല്ല രീതിയിൽ കൊടുക്കുന്ന ഒരു ഫേം കൂടിയാണ്. അതേപോലെ നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് 50Kയുടെ അക്കൗണ്ടാണ്. ഇവിടെ എല്ലാം സ്റ്റെപ്പ് 1 എല്ലാം സെയിം മോഡൽ തന്നെയാണ് വരുന്നത്. ന്യൂസ് റൂൾ 5 മിനിറ്റ് എബോ ഉണ്ട്. ഇവിടെ 197 വരുന്നത്. മറ്റുള്ള ഫേംസ് 360 ആ ഒരു റേഞ്ച് വരുന്നുണ്ടെങ്കിൽ ഇവർ വരുന്നത് $197 വരുന്നത്. അത് നല്ല അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അതേപോലെ ഇവർ മറ്റൊരു പ്ലാനാണ് കോൺടെക്കൽ പവർ എന്ന് പറയുന്ന പ്ലാൻ. ഈ പവറിലേക്ക് വരുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് കുറയുന്നുണ്ട്, അതോടൊപ്പം തന്നെ ടാർഗറ്റ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡെയിലി മാക്സിമം ഡ്രോ ഡൗൺ 8%ലേക്ക് വന്നിട്ടുണ്ട്. മറ്റു ഫേംസ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം 105 വരുന്നത്. മറ്റുള്ള ഫേംസ് ഒക്കെ 200 250 ഒക്കെ വരുമ്പോൾ 105 വരുന്നത്. അപ്പൊ ഈ ഒരു പ്രൈസിന് എന്തായാലും 50K എന്ന് പറയുന്നത് നല്ല വർത്ത് ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ്. അതേപോലെ തന്നെ മിക്കപ്പോഴും ഇവരുടെ ഓഫർ മറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതേപോലെ ഇവർക്ക് ട്രസ്റ്റ് പൈൽഡ് സ്കോർ വരുന്നത്
4.6 ആണ് വരുന്നത്. ഏകദേശം 10,000-ഓളം റിവ്യൂസ് അവർ നടന്നിട്ടുണ്ട്. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അവരെ എടുത്ത് നോക്കുമ്പോൾ ഞാൻ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ റൂൾസിനെ കുറിച്ച് കുറച്ച് സ്ട്രിക്റ്റ് ആണെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത്. ഇവരെ റൂൾസ് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേ ഔട്ട് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. നല്ല രീതിയിൽ കുറേ റൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ FAQ പോയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ആ ഇവാലുവേഷൻ ഫേസും കാര്യങ്ങളെല്ലാം എടുക്കാനായിട്ട്. നമുക്ക് കോൺടാക്ട് പ്രൈമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ സ്റ്റേജ് പ്രോഫിറ്റ് 8%, പ്രോഫിറ്റ് ടാർഗറ്റ് സെക്കൻഡ് ടൈമിലേക്ക് വരുമ്പോൾ 5%, അങ്ങനെ ആ ഒരു ഇതിലേക്ക് വരുന്നത്. സ്റ്റെപ്പ് 3 വാട്ട് ആർ ദ ഡ്രോഡൗൺ ലിമിറ്റ് 4% ഫിക്സ്ഡ് ആണ് ഡെയിലി ഡ്രോഡൗൺ. അതുപോലെ മാക്സിമം ഡ്രോഡൗൺ 10% ആണ്. മിനിമം 4 ദിവസം ട്രേഡിംഗ് ഡേയ്സ് ഉണ്ട്. 4 ദിവസം നമ്മൾ ട്രേഡ് ചെയ്യണം. ഫണ്ടഡ് മസ്റ്റ് ആവും 2 പ്രോഫിറ്റബിൾ ട്രേഡ് ചെയ്യണം. ഫണ്ടഡ് അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ 2 പ്രോഫിറ്റബിൾ ഡേ വേണം. 0.50% മതി. അപ്പോൾ ഒരു $250 ഒക്കെ മതി 50K അക്കൗണ്ടിലേക്ക്. അതേപോലെ തന്നെ അവർ ഗാംബ്ലിംഗ് പ്രോസസ്സിന് പോളിസീസിന് അവർ നല്ല രീതിയിൽ ഫണ്ടിങ് ഡിക്ലൈനും മറ്റു കാര്യങ്ങളുണ്ട്. ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ന്യൂസ് ട്രേഡിംഗ് റൂൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഇവർക്ക് മസ്റ്റ് ആണ്. ഇവരുടെ സ്റ്റോപ്പ് ലോസ് റൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 60 സെക്കൻഡ്സ് ഉള്ളിൽ നമ്മൾ ആ ഒരു ഇത് അറ്റൻഡ് ചെയ്തിരിക്കണം. അത് ഇപ്പോഴും അവർ ചേഞ്ച് ചെയ്തിട്ടില്ല. ലെയർ റൂൾ എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു, അത് അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റോപ്പ് ലോസ് റൂൾ അവർ ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അവരെടുത്ത് സ്റ്റോപ്പ് മസ്റ്റ് ബി പ്ലേസ് 60 സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഓപ്പൺ ട്രേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യണം. പ്രത്യേകിച്ച് ഫണ്ടഡ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യണം. ഇതേപോലെ തന്നെ അവർക്കൊരു മിനിമം എത്ര മിനിറ്റ് ഹോൾഡ് ചെയ്യണം എന്നുള്ള ഒരു ഹിഡൻ ആയിട്ടുള്ള റൂളും കൂടി ഉണ്ട്. എൻ്റെ ഒരു അക്കൗണ്ട് ഇതേപോലെ തന്നെ ഒരു ലൈവ് ഫണ്ടഡ് അക്കൗണ്ട് 1 മിനിറ്റ് 2 മിനിറ്റ് എന്തോ ഹോൾഡ് ചെയ്യാത്തത് കൊണ്ട് എൻ്റെ അക്കൗണ്ട് പോയിരുന്നു. ലൈവ് ആയിട്ടുള്ള ഫണ്ടഡ് അക്കൗണ്ട് ആയിരുന്നു. ഏകദേശം $2,500 പ്രോഫിറ്റിലിരുന്ന അക്കൗണ്ട് ആയിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പേ ഔട്ട് കിട്ടാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ അതിനൊക്കെ ശേഷം ഇപ്പോഴും ആ റൂൾസ്, അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് കൂടിയാണ് സംഭവിച്ചത്. ആ ഒരു റൂള് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ എൻ്റെ കൂടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അവരെ മാത്രം കുറ്റപ്പെടുത്താനായിട്ട് പറ്റില്ല. ആ റൂൾസ് നിങ്ങൾ കീപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ മിനിമം ഹോൾഡിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഞാനിവിടെ FAQയിൽ ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഞാൻ കണ്ടില്ല. പക്ഷെ അത് നിങ്ങൾ അവരുമായിട്ട് ചാറ്റ് ചെയ്ത് ഡിസ്കോഡിൽ പോയി ചാറ്റ് ചെയ്ത് കറക്റ്റ് വരുത്തുക. ഫണ്ടഡ് അക്കൗണ്ട് ആയതിനു ശേഷം ഈ പറയുന്ന ഇവാലുവേഷൻ സ്റ്റേജിൽ അങ്ങനെ ഒരു പ്രശ്നം ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. അതുപോലെ ഇൻസ്റ്റന്റ് ഫണ്ട് ഉണ്ട്. അത്യാവശ്യം നല്ല ഒരു പ്രൈസാണ് ആ ഒരു ഇതിലേക്ക് അവർ ഇത് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ 1% ഇവരൊരു പ്രശ്നം ഞാൻ കുറച്ച് ഇതൊക്കെ അവരെടുത്ത് നോക്കിയപ്പോൾ കണ്ടത് 1% റിസ്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരും. നമ്മൾ സിംഗിൾ ട്രേഡിൽ 1% റിസ്ക് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 50K ആകും നമുക്ക് $500 ഒക്കെ നമുക്ക് ഒരു ട്രേഡിൽ റിസ്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് വലിയൊരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം, ന്യൂസ് റൂൾ 5 മിനിറ്റിന് മുമ്പ് ഇത് ചെയ്യാൻ പാടില്ല. അതുപോലെ സ്റ്റോപ്പ് ലോസ് 60 സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ ഇത് ചെയ്യണം. കുറച്ച് നാളുകളായിട്ട് അവരുടെ പേ ഔട്ട് ഡിലേ ഉണ്ട്. എനിക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്ന സമയത്ത് പേ ഔട്ട് ഡിലേ, എനിക്ക് 6 മാസത്തിന് ശേഷമാണ് എൻ്റെ ലൈവ് അക്കൗണ്ട് MT5 എൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് അവർ MT5 ലൈസൻസ് എടുക്കുന്നു എന്ന കാരണത്താൽ എനിക്ക് 6 മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ ലൈവ് ഫണ്ടഡ് അക്കൗണ്ട്. ആ ലൈവ് ഫണ്ടഡ് അക്കൗണ്ടാണ് എനിക്ക് ഈ ഒരു ഇഷ്യൂ വന്നത്. അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഞാൻ FAQ നോക്കുന്നതിലും പറ്റിയത്. ഇപ്പോൾ പേ ഔട്ടിന്റെ ഡിലേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കോൺടാക്റ്റിൽ പേ ഔട്ട് നമ്മുടെ ഡെബിറ്റ് കാർഡിലേക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കോൺടാക്റ്റിൻ്റെ ഒരു കാർഡ്, വിസ കാർഡുമായി ഇത് ചെയ്തിട്ട് അവരൊരു കാർഡും കൂടി ഇറക്കുന്നുണ്ട് അവർ പേ ഔട്ട് പെയിൻ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പലർക്കും ഇവർ പേ ഔട്ട് ഡിലേ ചെയ്തത്. പിന്നെ അത്യാവശ്യം നല്ല ഓഫർ കൊടുക്കുന്ന ഒരു ഫേമാണ്. ഇപ്പോൾ നേരത്തെ കണ്ട 50K അക്കൗണ്ടൊക്കെ $102 വരുന്നുള്ളൂ. നിങ്ങൾ നല്ല രീതിയിൽ റൂൾസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം. അവർ പേ ഔട്ട് ലൈവിലേക്കൊക്കെ ലൈവ് അക്കൗണ്ട് കൊടുക്കുന്നതിനും കുഴപ്പമുള്ള ഫെയിമൊന്നുമല്ല. ലൈവ് ഒക്കെ നമ്മൾ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈവ് അക്കൗണ്ടൊക്കെ വേഗം കാര്യങ്ങളൊക്കെ നമുക്ക് 3 ഡേയ്സിനുള്ളിലൊക്കെ റെഡിയാക്കി തരും. പക്ഷേ നിങ്ങൾ അവരുടെ റൂൾസ് നിങ്ങൾ 100% ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ 100% ഇവരിൽ നിന്നും പേ ഔട്ട് നിങ്ങൾക്ക് കിട്ടും. അത്തരത്തിലുള്ള ആൾക്കാർ മാത്രം ഈ ഇവിടുത്തെ കോൺടാക്റ്റിൽ പോയിട്ട് അക്കൗണ്ട് എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.